ഹായ് ഓൾ. എക്സിക്യൂട്ടീവ് 2022 സിലബസിലേക്ക് കമ്പൽസറി ആയിട്ട് മൂവ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എക്സിക്യൂട്ടീവിൻ്റെ 2022 2017 രണ്ട് സിലബസുകളിലും എക്സാം ലാസ്റ്റ് ഇയർ വരെ, അതായത് 2024 ഡിസംബർ വരെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 2025 എക്സാം അത് മൂവ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയും ഇല്ല എന്നാണ് നമുക്കുള്ള ഇൻഫർമേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ജൂൺ അറ്റംപ്റ്റിലേക്ക് പ്രൊഫഷണലിന് ഓട്ടോമാറ്റിക്കലി ഒരെണ്ണം ബൈ നോട്ടിഫിക്കേഷൻ ICSI കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2024 ഡിസംബർ ആയിരുന്നു ലാസ്റ്റ് അറ്റംപ്റ്റ് ഓൾഡ് സിലബസ് എക്സിക്യൂട്ടീവുകാർക്ക്. ഇനി എക്സിക്യൂട്ടീവിലെ എക്സാം ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് 2022 സിലബസിൽ മാത്രമായിരിക്കും നടക്കുക. ഇത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് 2025 ജൂൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള എക്സാം ടൈം ടേബിൾ ICSI പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് പ്രകാരം 2022 സിലബസിൽ മാത്രമാണ് എക്സാം ടൈം ടേബിൾ വന്നിട്ടുള്ളത്. 2017 സിലബസിൽ ടൈം ടേബിൾ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവാൻ ഒരു ചാൻസും കാണുന്നില്ല. സോ ഏതെങ്കിലും ആളുകൾ കുട്ടികൾ കൺവേർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൺവേർട്ട് ചെയ്യുക. ഇനി കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആകുമോ അതോ നിങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ആളുകളോട്, നിങ്ങളത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്നൊന്നും പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻസ് ഇല്ല. പക്ഷേ ICSIയുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നത്. അത് മാനുവൽ ആണ്. അതായത് നിങ്ങൾ ICSIയുടെ സ്മാർട്ട് പോർട്ടലിൽ, നിങ്ങളുടെ സ്മാർട്ട് പോർട്ടലിൽ കയറുക, അതിൻ്റെ ഉള്ളിൽ മൊഡ്യൂൾസിൽ ക്ലിക്ക് ചെയ്ത് സിലബസ് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ICSI ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു എഫേർട്ട് എടുക്കേണ്ടതോ പ്രത്യേകിച്ചൊരു കോസ്റ്റ് കൊടുക്കേണ്ടതോ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇനിയൊരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക, ന്യൂ സിലബസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓൾഡ് സിലബസ് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ അത് മാനുവലായിട്ട് കൺവേർട്ട് ചെയ്യുക, അതാണ് നല്ലത്. മാനുവലായിട്ടൊക്കെ ചെയ്യാൻ നമുക്ക് അങ്ങനെ വലിയൊരു എഫേർട്ടോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് കൺവേർട്ട് ആയേക്കാം. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ എക്സാം നോക്കുന്ന സമയത്ത്, എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കൺവേർട്ട് ആയിട്ടുണ്ടാവാം. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ അത് കൺവേർട്ട് ചെയ്ത് എക്സാം എഴുതുന്നത് തന്നെയാണ് ഇപ്പോഴും നല്ലത്. ഇനി അത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ടുന്നതില്ല കൺവേർട്ട് ചെയ്യാൻ. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീ എക്സാമിനേഷൻ ആണ്. ഈ പ്രീ എക്സാമിനേഷൻ നമ്മൾ ഒരു തവണ കൂടി അറ്റൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കറിയാം, ന്യൂ സിലബസിലേക്ക് കൺവേർട്ട് ആയപ്പോൾ നമ്മൾക്ക് ഓൾഡ് സിലബസിൽ നിന്ന് ചില സബ്ജക്റ്റുകളൊക്കെ, ഇറലവൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ സബ്ജക്റ്റിനെ സംബന്ധിച്ച് പുതിയ സബ്ജക്റ്റുകളിലൊക്കെ കുറച്ചുകൂടെ ഇൻ ഡെപ്ത് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം IPR ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻ ഡെപ്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയ സിലബസിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രീ എക്സാമിനേഷൻ കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ന്യൂ പ്രീ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് അടച്ച് അത് അറ്റൻഡ് ചെയ്യേണ്ടുന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുള്ള ODOP ഒന്നും ഇനി ഒന്നും കൂടി ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ വേറെയുള്ള പ്രോഗ്രാംസ് ഒക്കെ വാലിഡ് ആണ്, അതൊന്നും നിങ്ങൾ ഒന്നും കൂടി ചെയ്യേണ്ടതില്ല. അപ്പോൾ ODOP നിങ്ങൾ ചെയ്യേണ്ട, പക്ഷേ പ്രീ എക്സാമിനേഷൻ നിങ്ങൾ എഴുതണം. ഇനി എക്സംഷൻസ് എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക എന്ന് ചോദിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഓൾഡ് സിലബസിൽ ഏതെങ്കിലും മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഒക്കെ ക്ലിയർ ചെയ്ത ആളുകൾ ന്യൂ സിലബസിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഓൾഡ് സിലബസിൽ നിങ്ങൾ മൊഡ്യൂൾ 1 ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അവിടെ നമ്മൾ JIGLന്റെ ഒരു പേപ്പർ, സെറ്റിംഗ് അപ്പിന്റെ ഒരു പേപ്പർ, കമ്പനി ലോയുടെ ഒരു പേപ്പർ, ടാക്സേഷന്റെ ഒരു പേപ്പർ, ഇത്രയും പേപ്പറുകളായിരിക്കും ക്ലിയർ ചെയ്തിട്ടുണ്ടാവുക. മൊഡ്യൂൾ 1 ക്ലിയർ ചെയ്ത ആളുകൾ, അവരെ സംബന്ധിച്ച് അവർ ന്യൂ സിലബസിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ ബാലൻസ് ഉള്ള 3 പേപ്പറുകളാണ് എക്സാം എഴുതേണ്ടുന്നത്. ഈ 3 പേപ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 ന്യൂ സിലബസിന്റെ മൊഡ്യൂൾ 2 CMSL, അതുപോലെ തന്നെ എക്കണോമിക് ലോസ് ആൻഡ് IP ലോസ്, ആ 2 പേപ്പറുകൾ മൊഡ്യൂൾ 2 ഒരു പേപ്പർ മൊഡ്യൂൾ 1 CAFM എന്ന് പറയുന്ന പേപ്പറുമാണ്. അപ്പൊ നിങ്ങൾ 2 മൊഡ്യൂൾസിലായിട്ടാണ് 3 പേപ്പറുകൾ എക്സാം കൊടുക്കേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 2 മൊഡ്യൂൾസും എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫോം ഫില്ല് ചെയ്യണം, അതിനുള്ള പേയ്മെന്റ് കൊടുക്കണം. ഇനി അതെങ്ങനെയാണ് പാസ്സാവുക എന്നുള്ളത്, ആസ് യൂഷ്വൽ നിങ്ങൾ 50% അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ആ 2 സബ്ജക്റ്റുകളുടെ 50% എന്നായിരിക്കും. ഇനി സിംഗിൾ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതുന്ന ടാക്സേഷന്റെ ഒരു അല്ലെങ്കിൽ CMFMന്റെ ഒരു പേപ്പർ,
ആ ഒരു പേപ്പറിന് 50% മാർക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടുന്നത്. 2 പേപ്പർ എഴുതുമ്പോൾ 200-ൽ 100 മാർക്കും 1 പേപ്പർ എഴുതുമ്പോൾ 50 മാർക്കും ആയിട്ടാണ് 2 മൊഡ്യൂൾസ് ക്ലിയർ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂൾ ആണ്, അതായത് ഓൾഡ് സിലബസിന്റെ സെക്കൻഡ് മൊഡ്യൂൾ ആണ് നിങ്ങൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മൊത്തം 4 പേപ്പറുകൾ നിങ്ങൾ എഴുതേണ്ടി വരും. ആ 4 പേപ്പറുകൾ 2 മൊഡ്യൂൾസിലായിട്ടാണ് വരുന്നത്. ആ 2 മൊഡ്യൂൾസും സെപ്പറേറ്റ് ആയിട്ട് അഗ്രിഗേറ്റിലാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടുന്നത്. 2 മൊഡ്യൂൾസിന്റെയും ഫോംസ് നിങ്ങൾ ഫില്ല് ചെയ്യുകയും വേണം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇനി ഒരു ഫർദർ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഇപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നതാണ് നല്ലത്. ന്യൂ സിലബസ് ടഫ് ആണോ എന്നൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ശരിക്കും ന്യൂ സിലബസ് ടഫ് ഒന്നുമല്ല. 2 സിലബസിലും പഠിക്കുന്ന കുട്ടികൾ നോക്കുമ്പോൾ ന്യൂ സിലബസിലേക്ക് മാറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇനിയും അത് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾ മാറുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ IP ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി ഇൻഡെപ്തിൽ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. എക്സാമിന്റെ പാറ്റേൺസിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ടാക്സിന്റെ പേപ്പറുകളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒബ്ജക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഡിസ്ക്രിപ്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് സ്കോർ ചെയ്യാനൊക്കെ ഒരു സാധ്യത കൂടുതലുണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ടെന്ന ആവശ്യമൊന്നുമില്ല. ഇനിയൊരു അറ്റംപ്റ്റ് എടുക്കേണ്ടി വരും എന്ന് തോന്നുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ഇനി അത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും നേരത്തെ നോട്ടിഫിക്കേഷൻ ടൈം ടേബിൾ ICSE തരുന്നത്. പ്രിപ്പയർ ചെയ്ത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്. റിസൾട്ട് വരാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ICSE അത് കൺവേർട്ട് ചെയ്ത് തരുമെന്നോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക.